ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്മോൾ ഷേപ്പൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് 2 കോർണർ കാണുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കോർണേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെയ്യാം, അതായത് ഒരു സൈഡിലത്തെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്ന്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ചെറിയ ചെയിൻ എങ്ങനെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ലൂപ്പിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഫസ്റ്റിലിടുന്ന ചെയിനിന് കുറച്ചൊരു ലെങ്ത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇടുന്ന ചെയിനെല്ലാം ചെറിയ ചെയിൻ ഇടുക. ചെറിയ ചെയിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോർണർ എത്താനാകുമ്പോൾ കോർണർ ഏരിയയിൽ ചെയിൻ ലോക്ക് ഇടുന്ന കാര്യം നമ്മൾ വിട്ടു പോകരുത്. ഇപ്പം നമ്മൾ കോർണർ എത്തി. ഈ കോർണറിൻ്റെ പുറത്തായിട്ട് നമുക്കിതാ ഇവിടെ ഒരു ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മറ്റേ സൈഡിലേക്ക്, അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും ആ ഡ്രോ ചെയ്ത ഏരിയയിലേക്ക് തന്നെ നീഡിൽ കൊണ്ടുപോവുക. എന്നിട്ട് ചെറിയ ചെയിൻ ഇട്ടിട്ട് നമുക്ക് ഈ മോട്ടീഫ് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പ് ഇങ്ങനെ നമ്മൾ കൈ എപ്പോഴും നല്ല സ്മൂത്തായിട്ട് പിടിക്കുക. കാരണം നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ത്രെഡും നീഡിലും ഒക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറി ത്രെഡ് ഒടിഞ്ഞിട്ട് നമുക്ക് എത്ര ഇങ്ങനെ മുകളിലോട്ടേക്ക് വലിച്ചാലും അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഈ കോർണർ വരെ എത്തുക. ഈ കോർണർ എത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ ചെയ്ത് കറക്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ കോർണറിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു ചെറിയ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ടിട്ട് ചെയിൻ ലോക്ക് ഇടുമ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് വലിക്കുക, വല്ലാതെ ടൈറ്റ് ചെയ്ത് വലിക്കരുത്. ഇപ്പോൾ ഒരു ചെയിൻ ലോക്ക് ഇട്ടു. ചെയിൻ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത ഡയറക്ഷനിലേക്ക്, അതായത് അടുത്ത കേവിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വീണ്ടും നമ്മൾ ചെയിൻ ഇട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ കോർണറിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നമ്മളെ കോർണേഴ്സൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മോട്ടീഫ് കംപ്ലീറ്റായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അധികം ടൈറ്റ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹോള് പോലെ നമ്മളെ ഡിസൈനിൽ വരും. ഇപ്പോൾ നമ്മളിതാ ഇപ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ എത്താനായി. അവിടെ എത്താനാകുമ്പം അതേ ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുക. അതേ ഏരിയയിൽ കുത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ കുറച്ച് വലുതായിട്ടുള്ള ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ, ആ ചെയിൻ്റെ ഒരു സെൻറ്ററിൽ, ഈ 2 ചെയിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ ഈ കൊണ്ടുപോകുന്ന ലൂപ്പിനെ കുത്തി ഇറക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു ചെയിൻ എടുക്കുക. ഇങ്ങനെ ചെയിൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എൻഡ് ലോക്ക് ഇടാം. അപ്പോൾ നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ വലിയ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു ചെയിൻ എടുക്കുക. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് ചെറുതാവുന്നത് കാണാം. എന്നിട്ട് ആ വലിയ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ലൂപ്പിനെ ഒന്ന് ഇങ്ങനെ പിടിച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ലോക്കായി. അപ്പോൾ നമ്മൾ കോർണേഴ്സ് എന്നൊക്കെ ചെയ്തതാണെങ്കിൽ നമുക്ക് ഈ എൻഡ് ലോക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു പെർഫെക്ഷൻ തോന്നില്ല. അതിനാണ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ പൊന്തി കിടക്കുന്ന ലൂപ്പിനെ ഒന്ന് അടിയിലേക്ക് പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സ്മോൾ ഷേപ്സൊക്കെ ചെയ്യുന്നത്.